അതുകൊണ്ട് ദൈവം പറയുകയാണ് ഇസ്രായേൽ മക്കളോട്, ഞാൻ ഈ 40 കൊല്ലം നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ കാര്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എനിക്കൊരു ഉപദേശി അറിയാം. ഉപദേശി ഒരു ഭദ്രാസനത്തിൻ്റെ സുവിശേഷകനാണ്. അപ്പോൾ ഈ ഉപദേശി ഒരിക്കൽ, ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ ചെല്ലുമ്പം ഈ അബ്രഹാം ദൂതന്മാരെ സൽക്കരിക്കുന്നത് പോലെയാണ് ഈ ഉപദേശി സൽക്കരിക്കുന്നത്. വരുന്നവരെ എല്ലാം അങ്ങ് ഭക്ഷണം കൊടുത്തും സ്നേഹം കൊണ്ടും ഒക്കെ അങ്ങ് സൽക്കരിക്കും. വളരെ കുറച്ച് ശമ്പളമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരിക്കൽ ഉപദേശിയോട് പറഞ്ഞു, എൻ്റെ ഉപദേശി, ഇങ്ങനെയൊക്കെ സൽക്കരിക്കാൻ പോയാൽ 3 പെൺകുട്ടികളല്ലേ, കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തും? അതുകൊണ്ട് പൈസയൊക്കെ ശ്രദ്ധിച്ചു വേണം, ഇങ്ങനെ ആവശ്യമില്ലാതെ ആരെയും സൽക്കരിക്കരുത്. അപ്പോൾ ഉപദേശി എന്നോട് പറഞ്ഞു, അച്ഛാ, ദൈവം നടത്തും. ഞങ്ങൾ സെമിനാരി പഠിക്കാത്ത ഒരു പാഠമാണ് ആരെന്നോട് പറഞ്ഞ്, സെറാംപൂർ സിലബസിൽ അതില്ല. നിങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു? ദൈവം നടത്തും എന്നൊരു സാധനം സെമിനാരിയിലില്ല. പക്ഷെ ഉപദേശി പഠിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഉപദേശിയെ നന്നാക്കാൻ നോക്കി. പക്ഷേ ഉപദേശി അപ്പോഴെല്ലാം എന്നോട് പറയുന്നുണ്ട്, ദൈവം നടത്തും. കുറേ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു ദിവസം വാട്സാപ്പിൽ ഉപദേശിയുടെ ഫോൺ കോൾ. ഞാൻ ചോദിച്ചു, എന്താണ്? ഇപ്പോൾ പറഞ്ഞു, ഇന്നതുപോലെ മൂത്ത മോള് പ്രീഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് BSc മാത്സിന് പോകാനാണ് ഇഷ്ടം. അധികം മാർക്കൊന്നുമില്ല. ആലുവ UC കോളേജിൽ ഒരു മാനേജ്മെൻറ്റ് കോട്ടായിലെങ്ങാനും. ഇപ്പം ഞാൻ ഉപദേശിച്ച് പറഞ്ഞു, എൻ്റെ ഉപദേശി കൊള്ളാവുന്ന പള്ളിക്കൂടത്തിലൊന്നും പഠിച്ച ആളല്ല ഞാൻ. എനിക്ക് അതിന് പകരം ജാട മാത്രമേ ഉള്ളൂ, എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. നല്ല കോളേജിലൊന്നും പള്ളിക്കൂടത്തിലൊന്നും ഞാൻ പഠിച്ചല്ല. അച്ഛാ, എങ്ങനെയെങ്കിലും. ഞാൻ നടക്കത്തില്ല സഹോദരൻ. അപ്പോൾ ഈ UC കോളേജ് എന്ന് 3-4 വട്ടം പറഞ്ഞു. അവസാനം ഈ പുള്ളിക്കാരൻ സങ്കടപ്പെട്ട് ഫോൺ വെച്ചു. അപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു, എന്തോ അച്ഛാ UC കോളേജിൻ്റെ കാര്യം പറഞ്ഞു? അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനാ ഫോൺ നമ്പർ ഇങ്ങോട്ടതാ. ഞാൻ ചോദിച്ചു, എന്തോ കാര്യം? നമുക്ക് ആ കൊച്ചിനെ എൻജിനീയറിങ്ങിന് വിടാം. ഞാൻ പറഞ്ഞു, ബെസ്റ്റ്. BScക്ക് വിടാൻ കാശില്ല. ഞാൻ അച്ഛനോട് കാശ് ചോദിച്ചു, നമ്പർ കൊടുത്തു. അപ്പോൾ അവരെ ഈ ദശാംശം മാറ്റിവെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. മൂത്തവൾ എൻജിനീയറിങ്ങിന് പഠിച്ചു. അവൾ ഇന്ന് മറ്റൊരു രാജ്യത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. രണ്ടാമത്തവളും മൂന്നാമത്തവളും എല്ലാം ഇന്ന് ലോകത്തിലെ 2-3 രാജ്യങ്ങളിലായിട്ട് അവർ ജീവിക്കുക. ഉപദേശി അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, ദൈവം നടത്തും. ദൈവം നടത്തും എന്ന് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. പക്ഷേ അഭ്യാസമുള്ളവരെ കൊണ്ട് ദൈവത്തിന് കുരുട്ട് ബുദ്ധിയും അഭ്യാസവും നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ദൈവം ആരാണെന്ന് നമുക്കറിയാൻ കഴിയാത്തത്. വേദപുസ്തകത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്, യഹോവ നല്ലവനെന്ന്. അത് ഗൂഗിളിൽ വായിച്ചാൽ കിട്ടത്തില്ല. അത് യു ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്.